ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ്, അതായത് കേസ് 3. മൂന്നാമത്തെ കേസ് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് എമൗണ്ട്സ് വിഡ്രോൺ അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്. ഡിഫറെൻറ്റ് എമൗണ്ട്സ്, അതായത് വ്യത്യസ്തമായ എമൗണ്ടുകൾ വിഡ്രോ ചെയ്യാണ് അറ്റ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ്, വ്യത്യസ്തമായ പീരീഡിൽ. അതായത് വ്യത്യസ്തമായ പീരീഡിൽ പല സമയത്തും പല എമൗണ്ട് വിഡ്രോ ചെയ്യുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പല സമയത്തും പല എമൗണ്ട്, അതായത് കൃത്യമായിട്ട് ഒരു ഡേറ്റും ഇല്ല, കൃത്യമായിട്ട് ഒരു എമൗണ്ടും ഇല്ല. പല സമയത്തും പല എമൗണ്ടുകളാണ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. The following procedure is adopted to arrive at the interest on drawings according to the product method. അതായത് ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ഏത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്? പ്രോഡക്റ്റ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യണത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആൻഡ് ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഇൻ ഈച്ച് കേസ് ഓഫ് ഡ്രോയിങ്സ്. അതായത് ഓരോ സമയത്തും ഒരു പാർട്ട്ണർ പിൻവലിക്കുന്ന തുക, ആ പീരീഡ് നമ്മൾ നോക്കുകയാണ്. അതായത് തുടങ്ങുന്ന എപ്പോഴാണോ അയാൾ വിഡ്രോ ചെയ്യുന്നത്, അത് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴാണെന്നും കൂടി നോക്കുക. അതായത് പിൻവലിച്ച സെക്കൻഡ് മാസത്തിലാണ് അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണെങ്കിൽ പിൻവലിച്ചെങ്കിൽ ഫെബ്രുവരി മുതൽ നമ്മൾ ലാസ്റ്റ് ഡിസംബർ വരെ അങ്ങോട്ട് നോക്കുക. ആ കേസ് അല്ലെങ്കിൽ ആ കാലഘട്ടം നമ്മൾ നോക്കുക. പിന്നെ മൾട്ടിപ്ലൈ ദ പീരീഡ് സോ കാൽക്കുലേറ്റഡ് ബൈ ദ റെസ്പെക്റ്റീവ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്. ദിസ് ഈസ് കാൾഡ് പ്രോഡക്റ്റ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പീരീഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ നമ്മൾ എത്ര മാസത്തേക്കാണോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പീരീഡും ആ എമൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് എമൗണ്ട്? വിഡ്രോ ചെയ്ത എമൗണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഗുണിക്കുക. പിന്നെ ആഡ് അപ്പ് ദ വാരിയസ് പ്രോഡക്റ്റ്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച എമൗണ്ട് ഉണ്ടാവും, അത് മൊത്തത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് വേണ്ടത്. ലാസ്റ്റ് വൺ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഫോർ 1 month ഓൺ ദ സം ഓഫ് പ്രോഡക്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, ലാസ്റ്റ് നമ്മൾ കൂട്ടി വെച്ച് ആഡ് ചെയ്ത ആ പ്രോഡക്റ്റിൻ്റെ സം ഉണ്ടാവും, മൊത്തത്തിലുള്ള തുക ഉണ്ടാവും. അതിനെ നമ്മൾ 1 month കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പെർസെൻറ്റേജ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ, മോഹൻ എ പാർട്ട്ണർ ഇൻ എ ഫേം. മോഹൻ ഒരു പാർട്ട്ണറാണ്, അയാൾ വിഡ്രോ ചെയ്ത എമൗണ്ട് ആണ് ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിങ് ദ ഇയർ. വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിങ് ദ ഇയർ 2010. ഫെബ്രുവരി 1 അയാൾ 2000, മെയ് 1 5000, ജൂൺ 30 2000, ഒക്ടോബർ 31 6000, ഡിസംബർ 31 2000. Question: The interest on drawings is to be charged 15% per annum, assuming the accounting year closes December 31st. Calculate the interest on drawings chargeable to the partner. അപ്പം മോഹൻ ഒരു പാർട്ട്ണറാണ്, അയാൾ വിഡ്രോ ചെയ്ത ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ കാലയളവിൽ പിൻവലിച്ച വ്യത്യസ്തമായ തുകകളാണ് ഈ തന്നിട്ടുള്ളത്. ഫെബ്രുവരിയിലുണ്ട്, മെയ്യിലുണ്ട്, ജൂണിലുണ്ട്, ഒക്ടോബറിലുണ്ട്, ഡിസംബറിലുണ്ട്. അതായത് നമുക്ക് ഈ ഡിഫറെൻറ്റ് ഇൻ്റർവെൽസിൽ ഡിഫറെൻറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കേസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. അത് പ്രോഡക്റ്റ് മെത്തേഡാണ് നമ്മൾ ഇതിന് ഫോളോ ചെയ്യണത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം പ്രോഡക്റ്റ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, 4 കോളം വരക്കുകയാണ്. 4 കോളം വരക്കുകയാണ്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം എമൗണ്ട്, തേർഡ് കോളം പീരീഡ്, ലാസ്റ്റ് കോളം പ്രോഡക്റ്റ്. അതായത് ഫസ്റ്റ് 2 കോളത്തിലുള്ളത് നമുക്ക് തന്ന എമൗണ്ട് ആണ്, തന്ന കാര്യങ്ങളാണ്. അതായത് ഫെബ്രുവരി 1 അയാൾ 2000 രൂപ പിൻവലിച്ചു മോഹൻ. പിന്നെ മെയ് 1 5000 രൂപ പിൻവലിച്ചു. ജൂൺ 30 2000 രൂപ പിൻവലിച്ചു. ഒക്ടോബർ 31 6000 രൂപ പിൻവലിച്ചു. ഡിസംബർ 31 2000 രൂപ പിൻവലിച്ചു. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ കോളത്തിന് 1 എന്നിട്ട് കൊടുക്കുന്നുണ്ട്, ഈ കോളത്തിന് 2, ഈ കോളത്തിന് 3, ഈ കോളത്തിന് 4 എന്നുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ 4 കോളംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ പീരീഡ് എഴുതണം,
പിന്നെ നമ്മൾ തന്ന എമൗണ്ട് എഴുതണം. പിന്നെ എന്ത് ചെയ്യണം, ആ വിഡ്രോ ചെയ്ത സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഫെബ്രുവരി 1-ാം തീയതി അയാൾ പിൻവലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസം അയാളെ കയ്യിൽ വെച്ചു ആ ക്യാഷ്? അപ്പോൾ അത്രയും കാലത്തേക്കുള്ള ഇൻട്രസ്റ്റ് അയാൾ തരണം. ഫെബ്രുവരി 1-ാം തീയതി പറയുമ്പോൾ ഫെബ്രുവരി മുഴുവനായിട്ടും അയാൾ കയ്യിൽ വെച്ചു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം അയാൾ കയ്യിൽ വെച്ചു? ഒന്ന് നോക്കുക. ഫെബ്രുവരി മുഴുവനായിട്ട് കൂട്ടണം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം അയാൾ കയ്യിൽ വെച്ചു? 11 മാസം അയാൾ കയ്യിൽ വെച്ചു. ഓക്കെ. പിന്നെ മെയ് 1-ലാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 8 മന്ത്സ് അയാൾ കയ്യിൽ വെച്ചു. പിന്നെ ജൂൺ 30 ജൂൺ 30 ആയതുകൊണ്ട് നമ്മൾ ജൂൺ കൂട്ടേണ്ട ആവശ്യമില്ല. ജൂൺ 30-ാം തീയതിയാണ്. ജൂൺ മാസം എൻഡ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ജൂലൈ മുതൽ കൂട്ടിയാൽ മതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ 6 മന്ത്സ് അയാൾ കയ്യിൽ വെച്ചു. എന്താ നമ്മൾ ജൂൺ മാസം കൂട്ടാത്തത്? ജൂൺ 30-ാം തീയതി ആ മാസം എൻഡ് ചെയ്യുന്ന ദിവസമാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്. അതായത് ആ മാസം ക്ലോസ് ചെയ്യുന്ന ഡേറ്റിലാണ് അയാൾ പിൻവലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 6 മന്ത്സേ കാൽക്കുലേറ്റ് ചെയ്യണുള്ളൂ ജൂലൈ മുതൽ. അതേപോലെ തന്നെ ഒക്ടോബർ 31 ആണ്. ഒക്ടോബറിൽ അപ്പോൾ കൂട്ടാൻ പറ്റൂല. പിന്നെ ഏത് കൂട്ടണം? ഒക്ടോബർ കഴിഞ്ഞിട്ട് ഏതാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബർ, ഡിസംബർ. 2 മാസത്തേക്കാണ് അയാൾ കയ്യിൽ വെച്ചിട്ടുള്ളത് ആ ക്യാഷ്. അപ്പോൾ 2 മാസത്തേക്ക് അയാൾ കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഡിസംബർ 31-നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1 മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 0 ആണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഡിസംബർ 1-നാണെങ്കിൽ നമുക്ക് 1 മന്ത് കാൽക്കുലേറ്റ് ചെയ്യാമായിരുന്നു. ഡിസംബർ 31-നായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 0 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 4-ാമത്തെ കോളത്തിൽ എന്ത് ചെയ്യുക? നമ്മളോട് സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യണം, സമ്മ് കാണണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2000 × 11 മൾട്ടിപ്ലൈ ചെയ്യുക. 5000 × 8, 2000 × 6, 6000 × 2. അതേപോലെ തന്നെ 2000 × 0 ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 2000 × 11. അപ്പോൾ എത്ര കിട്ടുക? 22,000. പിന്നെ 5000 × 8 എത്ര കിട്ടുക? 40,000. പിന്നെ 2000 × 6 അപ്പോൾ എത്ര കിട്ടുക? 12,000. പിന്നെ 6000 × 2 അപ്പോൾ എത്ര കിട്ടുക? 12,000 തന്നെ. ഓക്കെ. അപ്പം ഇവിടെ 0 ആണ് വരിക. അതുകൊണ്ട് നമ്മൾ അത് എഴുതണില്ല. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സം കാണാനാണ്. അതായത് കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സം കാണാൻ, ഇതിൻ്റെ തുക ടോട്ടൽ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതുക സം ഓഫ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് സം ഓഫ് പ്രോഡക്റ്റ്? സം ഓഫ് പ്രോഡക്റ്റ് അതായത് ഇത് 4ഉം കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, കൂട്ടി നോക്കുക. 86,000 വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റെപ്പ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ്. ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതുകയാണ്. സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100. അതായത് റേറ്റ് ഡിവൈഡഡ് ബൈ 100. നമ്മളോട് എത്രയാണ് ഇവിടെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? 15% ആണ്. ഈ 1 ഡിവൈഡഡ് ബൈ 12 എങ്ങനെ കിട്ടി? നമ്മളോട് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. 1 മന്ത് വെച്ചിട്ടാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? 86,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100. ഈ 1 ഡിവൈഡഡ് ബൈ 12 നമ്മളോട് സ്റ്റെപ്പിലേ പറഞ്ഞിട്ടുണ്ട്. 1 മന്ത് വെച്ചിട്ടാണ് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ 15 ഡിവൈഡഡ് ബൈ 100 15% ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 15 ഡിവൈഡഡ് ബൈ 100 ചെയ്തത്. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 1075 ആണ് വരിക. ഓക്കെ. അപ്പം നമ്മളെ 4th